രാഹുലിന് കുരുക്കാകുന്ന ഒരു മൊഴി കൂടി അതിജീവിതയുടേതായി വന്നിട്ടുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴി. ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. വളരെ കൃത്യമായ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കമലേഷ് തെക്കേക്കാട് ഒരിക്കൽ കൂടി ചേരുകയാണ്. കമലേഷ്, ഇതിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി, ഏറ്റവും പുതിയ വിവരമാണ്. ആ വിവാഹ വാഗ്ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ പെൺകുട്ടി ഗർഭധാരണത്തിന് സമ്മതിച്ചത്. അവിടെ പറഞ്ഞത്, രാഹുൽ പറഞ്ഞെന്താണ്? ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ സമ്മതിക്കില്ല, പക്ഷെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കും. അങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൊടും പാതകങ്ങൾ പിന്നീട് തുറന്നു പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം അടക്കം നടത്തുന്ന തരത്തിലേക്ക് പോകുന്നത്. എന്താണ് ഈ പുതിയ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഈ അതിജീവിത കൊടുത്തിട്ടുള്ള മൊഴിയുടെ ഏറ്റവും നിർണായകമായ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കാകുന്ന നിലയിലുള്ള മൊഴിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. അത് കൂടുതൽ സാധൂകരിക്കുന്ന നിലയിലുള്ള മൊഴിയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഈ വിഷയത്തിൽ ഈ പെൺകുട്ടി വൈവാഹിക ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. ആ സമയം, ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി അതിജീവിതയുമായി ബന്ധത്തിൽ, അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അതിൽ അവരെ പറഞ്ഞും അവരോട് സ്നേഹം ഭാവിക്കുകയും അവരോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുന്നത് കള്ളത്തരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ആ സഹാനുഭൂതി കാണിക്കുകയും സ്നേഹം നടിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിവാഹം കഴിക്കാം എന്ന് ആ യുവതിയെ, ആ അതിജീവിതയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ആ മൊഴിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അതിജീവിത കൊടുത്ത മൊഴി എന്ന് പറയുന്നത്, ഈ വിവാഹിതയായതുകൊണ്ട് തന്നെ, അതായത് ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ ഇവരെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അത്തരത്തിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കും. അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ നിലയിലാണ് അവരെ നിർബന്ധിച്ചുകൊണ്ട് അവരെ ഗർഭം ധരിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ, അതിൻ്റെ ഭാഗമായാണ്, അത്തരമൊരു പ്രലോഭനത്തിൽ വീണുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരമൊരു വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ടാണ് താൻ ഗർഭം ധരിക്കാൻ തയ്യാറായത് എന്ന മൊഴിയാണ്, ഏറ്റവും നിർണായകമായ മൊഴിയാണ് അതിജീവിത ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന വാർത്തയാണ്, എന്ന മൊഴിയുടെ വിവരങ്ങളാണ് കൈരളി ന്യൂസ് ഈ നിമിഷത്തിൽ പുറത്തുവിടുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ നിലയിൽ ഇപ്പോൾ തന്നെ കുരുക്കിലേക്ക് പോവുകയാണ്. ആ കുരുക്ക് കൂടുതൽ മുറുക്കുന്ന ഒരു മൊഴി കൂടിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി ഇപ്പോൾ ഒളിവിലാണുള്ളത്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് അറിവില്ല. ഇയാൾക്കായുള്ള വല വ്യാപകമായി അന്വേഷണ സംഘം വിരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വിദേശത്തേക്ക് കടന്നേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വിമാനത്താവളങ്ങളിലെല്ലാം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിലും ഈ പരാതിയിൽ ഈ അതിജീവിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ പരാതിയിലെ മിക്ക കാര്യങ്ങളെയും അംഗീകരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനമായും പറയുന്നത്, പല തവണകളിലായി ഈ അതിജീവിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ വെച്ച് ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗർഭധാരണം ഉണ്ടായിട്ടുള്ളത് അവരുടെ ഭർത്താവിൽ നിന്നാണ്, തന്നിൽ നിന്നല്ല എന്ന ഒരു ന്യായം ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും പൊളിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ എന്തിന് ആ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി രാഹുൽ ഇടപെട്ടു എന്ന ചോദ്യം പ്രസക്തമാണ്. ഭർത്താവിൻ്റെതാണ് ഗർഭമെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന് നടത്തി? അതിന് സുഹൃത്തിനെ എന്തിന് ചുമതലപ്പെടുത്തി? ഈ അതിജീവിതയെ നിർബന്ധിച്ച് ഇതിന് വഴങ്ങുന്ന നിലയിലേക്ക് കൊണ്ടുപോയത് എന്തിന്? അവരെ ഭീഷണിപ്പെടുത്തിയത് എന്തിന്? എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നത് ഏറ്റവും ഒടുവിലായി അതിജീവിത കൊടുത്തിട്ടുള്ള മൊഴി. കമലേഷ്, ഈ അതിജീവിതയുടെ ഈ വെളിപ്പെടുത്തൽ, അതിജീവിതയുടെ രണ്ടാമത് വന്ന ആ വെളിപ്പെടുത്തൽ, ആ സംഭാഷണം, അതിൽ കൃത്യമായി പറയുന്നത് ഈ ഇത്തരത്തിൽ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു, പിന്നീട് ഗർഭചിത്രത്തിനുള്ള ഗുളിക കൊണ്ടുതന്നു, ഈ ജോബി കൊണ്ടുതന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളും സൈബർ ആക്രമണം നടത്തുന്നവർ ചെയ്തത്, വിവാഹത്തിലിരുന്ന ഒരു പെൺകുട്ടിയാണ്,
അതിനിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വിവരങ്ങൾ ഈ പെൺകുട്ടിയുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഭർത്താവ് ഉള്ള സമയത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും പുതിയ മൊഴി വരുന്നത് അവർ 2024 ഓഗസ്റ്റ് 22 വിവാഹം കഴിച്ചു. 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കുന്നത്. അതിനുശേഷമാണ് ഒരു വേട്ടക്കാരനായി അവരുടെ ജീവിതത്തിലേക്ക്, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അവളുടെ ഈ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുകയും സാന്ത്വനിപ്പിക്കുന്നു. അതിനുശേഷം നിരവധി തവണ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ വാക്ക് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാമെന്നുള്ളതാണ്. വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിരുന്ന കാര്യം ഡിവോഴ്സ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, പക്ഷേ കുട്ടിയുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ സമ്മതിക്കും. അങ്ങനെ വല്ലാത്തൊരു ചതിക്കപ്പെട്ട ഒരു യുവതിയാണ്. അവളുടെ രോദനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയും ചെയ്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ ഒരു വേട്ടക്കാരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വേട്ടക്കാരൻ തയ്യാറാക്കിയ ആസൂത്രണത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി. അതാണ് ആ മൊഴിയിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ മൊഴി അന്വേഷണ സംഘത്തിന് ഔദ്യോഗികമായി ഈ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. പക്ഷേ അതിനു മുൻപ് തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ ഈ പെൺകുട്ടിക്ക് പറയാനുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഓഡിയോ, ആ ശബ്ദ സംഭാഷണത്തിൽ വളരെ കൃത്യമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ കുഞ്ഞു വേണമെന്ന ആവശ്യം നിന്റേതായിരുന്നില്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തിനിതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതാണ്. കമലേഷ് വളരെ കൃത്യമായി തന്നെ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് ഉറപ്പ് നൽകി, വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ആ യുവതി ഗർഭധാരണത്തിന് സമ്മതിക്കുന്നത്. ആദ്യം പറഞ്ഞു ഡിവോഴ്സ് ആയതുകൊണ്ട് സമ്മതിക്കില്ല വീട്ടിൽ. അതിനുശേഷം പറയുന്നു കുട്ടിയുണ്ടെന്ന് സമ്മതിച്ചാൽ, കുട്ടിയുണ്ടെങ്കിൽ വീട്ടുകാർ ഒരുപക്ഷെ സമ്മതിപ്പിച്ചേക്കും. എന്തൊരു ചതി എന്ന് ഇതിന് പറയാൻ കഴിയും. ചതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. എന്തൊക്കെയാണ് അതിജീവിതയുടെ മൊഴിയിലുള്ള മറ്റു വിവരങ്ങൾ? സിജു, തീർച്ചയായും ഈ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങേയറ്റം കുരുക്കാകുന്ന ഒരു മൊഴി തന്നെയാണ്. ഇതിനകം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നൽകിയ പരാതിയിൽ ഈ അതിജീവിത പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട്, മിക്ക കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷയാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അതിനകത്ത് ഈ അതിജീവിതയുമായി ഒന്നിലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു, പല സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ജീവിതയുമായിട്ടുള്ള ഈ ഫോൺ സംഭാഷണം അത് തൻ്റേത് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. അതോടൊപ്പം ഇവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നത് സമ്മതിക്കുന്നു. ആ നിലയിൽ ഈ പരാതിയിൽ അതിജീവിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്ന നിലയിലേക്കുള്ള ഒരു ജാമ്യാപേക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അത് തന്നെ രാഹുലിന് വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് കൂടുതൽ ഒരു ഈ വിഷയങ്ങൾ സാധൂകരിക്കുന്ന നിലയിലുള്ള ഈ അതിജീവിതയുടെ മൊഴി തന്നെയും വളരെ കൃത്യമായി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിലയിൽ തന്നെ ബലാത്സംഗത്തിനുൾപ്പെടെ അല്ലെങ്കിൽ തന്നെ വിശ്വസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് തനിക്ക് അതായത് ഈ ഗർഭധാരണത്തിന് തന്നെ നിർബന്ധിച്ചതുൾപ്പെടെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് എന്നുള്ളത്. അതിനുള്ള കാരണമായി ഇവരെ, ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞ് പറ്റിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു, നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു കൊടും പാതകം എന്നേ അതിനെ പറയാൻ കഴിയുകയുള്ളൂ. ഒരു വിവാഹബന്ധത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ട് വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു യുവതിയോടാണ് സഹതാപം കാണിച്ചുകൊണ്ട്, സ്നേഹം നടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തുകൂടുന്നത്. ആ ഘട്ടത്തിൽ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ തന്നെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകുന്നത്. പക്ഷേ ഡിവോഴ്സ് ആയ ഒരു യുവതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ സമ്മതിക്കില്ല. അതേസമയം ഒരു കുട്ടി നമുക്കുണ്ട് എന്നറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിപ്പിക്കുമെന്ന് ആ മനസ്സും എല്ലാം തളർന്നു നിൽക്കുന്ന ഒരു യുവതിയോട് ആ ഘട്ടത്തിൽ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവരെ ഗർഭം ധരിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്ത് ഗർഭധാരണത്തിന് ശേഷം ഗർഭഛിദ്രം നടത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA, ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളത് മനസാക്ഷിയെ സംബന്ധിച്ച് നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനെ പോലും
പച്ചയ്ക്ക് ന്യായീകരിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണം ഉൾപ്പെടെ അതിനകത്ത് മുഖലേഖനം എഴുതുന്നു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്യാത്തവർ മാത്രം രാഹുലിനെ വിമർശിച്ചാൽ മതി എന്ന് പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രം, മുഖപത്രം ഉൾപ്പെടെ മുഖലേഖനം എഴുതുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ആർക്കും അതിന് ഈ അതിജീവിതയുടെ മൊഴികൾ നേരത്തെ കമലേഷ് തന്നെ പങ്കുവച്ച വാർത്ത, അതിൽ ആ ഒരു സമയക്രമം കൃത്യമായി പറയുന്നുണ്ട്. 2024 ഓഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് ആ യുവതി ആ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം 4 ദിവസം മാത്രമാണ് ആ ഭർത്താവ് ഒരുമിച്ച് കഴിഞ്ഞത്. ഒരു മാസത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കാത്ത സാഹചര്യം, വിവാഹബന്ധം വേർപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതിനും 5 മാസം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദത്തിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മാങ്കൂട്ടത്തിലുമായി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു. അത് സ്വാഭാവികമായും അവർ ഈ ഒരു MLA എന്നുള്ള അർത്ഥത്തിൽ, പൊതുപ്രവർത്തന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാന്ത്വനം കിട്ടുമെന്ന രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു. ആ സൗഹൃദത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലെടുക്കുകയും അത് മുതലെടുത്തിട്ട് വീണ്ടും അവരോട് ലൈംഗിക ബന്ധത്തിനായി പറയുന്ന കാരണങ്ങളിൽ ഒന്ന്, വിവാഹിതയാകാൻ എനിക്ക് താല്പര്യമുണ്ട്, വിവാഹിതയാകണമെങ്കിൽ ഡിവോഴ്സ് ആയതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, പക്ഷേ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ കുട്ടിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിപ്പിച്ചേക്കും. സ്വാഭാവികമായും ആ പെൺകുട്ടി, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും മറ്റു നിന്ന് ആ പെൺകുട്ടി അതിനുകൂടി തയ്യാറാകുന്നു. അതിനുശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന വേട്ടക്കാരൻ്റെ ശരിയായ മുഖം പുറത്തു വരുന്നത്. അത് കേരള സമൂഹം ആ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു കേട്ടതാണ്. അസഭ്യവർഷത്തിലൂടെ താൻ വല്ലാത്ത അവസ്ഥയിലാണ്, ബ്ലീഡിംഗ് അടക്കമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി നിനക്കിഷ്ടമുള്ളത് ചെയ്യാമെന്ന് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടതാണ്. അങ്ങനെ വളരെ കൃത്യമായി ഒരു തരത്തിലും ഒരു സംശയത്തിന് ഇട നൽകാത്ത തരത്തിലാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയും അതിൻ്റെ സംഭാഷണവും പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ ടീമും വലിയ തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് അതിജീവിത കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം 2024 മുതൽ ഈ ഒടുവിൽ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നതിനുള്ള കാര്യങ്ങൾ. സിജു, തീർച്ചയായും ഈ ബന്ധത്തെക്കുറിച്ച് തന്നെയാണിത്. എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് താൻ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അതിജീവിതം നൽകിയിട്ടുള്ളത്. അത് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ കൂടുതൽ ഒരു കുരുക്കായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ കൃത്യമായി ഈ മൊഴിയുടെയും അതുപോലെ തന്നെ നിലവിലുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി രാഹുലിനെ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇത് നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വിവാഹബന്ധം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതിൽ ഈ വിവാഹ അഭ്യർത്ഥന നടത്തി അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ സംശയമായി പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കമലേഷ്, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നവർ ചാനലുകളിലടക്കം വന്നിരുന്നു പറയുന്നത് ഈ പെൺകുട്ടി, ഈ യുവതി ഭർത്താവുമായി ജീവിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധം സ്ഥാപിച്ചെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന്, ആ നൽകിയ മൊഴിയിൽ നിന്ന്, ആ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ ഈ ബന്ധം തകർന്നതിന് ശേഷം വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കയറുന്നത്. ആ പറയുന്ന ന്യായീകരണങ്ങൾ, ഈ ന്യായീകരിക്കുന്ന ചാനൽ ചർച്ചകളിൽ നിന്നു എന്ന് പറയുന്നവരുടെ വാദങ്ങളെ തന്നെ തള്ളുന്നതല്ലേ ഇപ്പോൾ ഈ അതിജീവിതയുടെ മൊഴി? സിജു, തീർച്ചയായും അതിജീവിതയുടെ മൊഴി മാത്രമല്ല, രാഹുലിനെ ന്യായീകരിച്ച് വശം കെടുന്ന കോൺഗ്രസ് നേതാക്കൾക്കുൾപ്പെടെയുള്ള മറുപടി കൂടി അത് അതിജീവിതയുടെ മൊഴിയിൽ നിന്ന് മാത്രമല്ല, അതിനു മുൻപ് രാഹുൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വലിയ അതിക്രമങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് രാഹുലിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പങ്കുവച്ചിരുന്നു. വലിയ പീഡനങ്ങൾ ഭർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം. ആ ഘട്ടത്തിലാണ്, ആ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും അടുത്തുകൂടുകയും സ്നേഹം ഭാവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഇവരുടെ ഭർത്താവിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നതായി തനിക്ക് അറിയാമായിരുന്നു, അക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു, അപ്പോൾ തനിക്ക് വലിയ സഹതാപമുണ്ടായിരുന്നു, ഞാൻ ആ സഹതാപമാണ് അവരോട് കാണിച്ചിട്ടുള്ളത് എന്ന കാര്യം വളരെ കൃത്യമായി ഈ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവരുമായി നേരത്തെ, അതായത് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു
ഭർത്താവ് ഇരിക്കെയല്ല രാഹുലുമായി ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഭർത്താവിൽ നിന്ന് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ ആ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് അതിനുശേഷം 5 മാസം കഴിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ യുവതി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തി അവർ പുറത്തേക്ക് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. അക്കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ച വലിയ പ്രയാസങ്ങൾ കേട്ടപ്പോൾ തനിക്ക് സഹതാപമുണ്ടായി. ആ നിലയിലാണ് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ അവരോട് താൻ സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കുന്നത് ഈ ഇരയുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക്, അതായത് അതിജീവിതയുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ന്യായീകരിച്ച് വശം കെടുന്ന കോൺഗ്രസ് നേതാക്കൾക്കും മറ്റ് ആളുകൾക്കുമെല്ലാം തന്നെ ഈ സൈബർ ഗുണ്ടകൾക്കുമെല്ലാം തന്നെ ഇനി എന്ത് പറയാൻ കഴിയും? രാഹുൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ശരി കമലേഷ്, ഏതായാലും ആ ന്യായീകരിക്കുന്ന തൊഴിലാളികൾക്ക് കൂടിയുള്ള മറുപടിയാണിപ്പോൾ അതിജീവിതയുടേതായ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് യുവതിയെ പല ഘട്ടങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.